മുനമ്പത്തെ ജനങ്ങളോട് കലിപ്പ് തീർക്കാൻ കടലാസ സംഘടനയുണ്ടാക്കി രംഗത്തെത്തിയിരിക്കുന്നത് 3 പേരാണ്. മുജീബ് റഹ്മാൻ, നാസർ മനയിൽ, അബ്ദുൾ സലാം. ഈ 3 പേർക്കെതിരെയും ഒരു ഭീമ ഹർജി. അവരുടെ സാമ്പത്തിക സോഴ്സുകൾ, അവർ കേസ് നടത്താൻ വേണ്ടി അവരെ സഹായിക്കുന്നത് ആരൊക്കെയാണ്, അവരുടെ രാഷ്ട്രീയ മത അജണ്ട എന്തൊക്കെയാണ്, അവരെവിടെയൊക്കെ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട്, അവരെങ്ങനെയാണ് മുനമ്പത്തുകാർക്കെതിരെ രംഗത്ത് വരാൻ കാരണം തുടങ്ങിയവയ്ക്ക് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് ഒരു ഭീമ ഹർജി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും NIA-ക്കും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനും കൊടുക്കാൻ തീരുമാനമെടുത്തു. 2-3 ദിവസത്തിനകം ആ ഹർജി തയ്യാറാക്കി വേണ്ടപ്പെട്ട സ്ഥലത്തെത്തിക്കാൻ തീരുമാനമെടുത്തു. താലൂക്ക് ഓഫീസിലേക്ക് ഒരു മാർച്ചും പിക്കറ്റിംഗുമാണ്. ബെന്നി സെബാസ്റ്റ്യൻ എന്ന ഒരു താലൂക്ക് ഓഫീസറായിരുന്നു അന്നും ഇന്നും അവിടെ ഇരിക്കുന്നത്. മാത്രമല്ല ജാഫർ മാലിക് എന്ന് പറയുന്ന 6 മാസം മാത്രം ചുമതലയുണ്ടായിരുന്ന ഒരു കളക്ടർ. ഇവർ രണ്ടുപേരും ഗൂഢാലോചന നടത്തിയാണ് മുനമ്പങ്കാരെ ദുരിതത്തിലാക്കിയത് എന്ന് വിശ്വസിക്കുന്ന മുനമ്പങ്കാർ ഇവർ 2 പേർക്കുമെതിരെ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്താനും പിക്കറ്റിംഗ് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. എന്നതിനെ കുറിച്ച് തീരുമാനമായിട്ടില്ല. ഒപ്പം ഇവരുടെ ഇടപെടലിനെ കുറിച്ച്, ദുരൂഹമായ നീക്കങ്ങളെ കുറിച്ച് പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കുമൊക്കെ നിവേദനം നൽകും. മൂന്നാമത്തേതാണ് ഏറ്റവും സുപ്രധാനമായ തീരുമാനം. വഖഫ് ഭേദഗതി നിയമം പാർലമെന്റിൽ എത്തുമ്പോൾ എല്ലാ MP-മാരും അതിനെ പിന്തുണയ്ക്കണം എന്നതാണ് മുനമ്പങ്കാരുടെ ആവശ്യം. ഏതെങ്കിലും ഒരു MP, പ്രത്യേകിച്ച് അവരുടെ സ്വന്തം MP ഹൈബി ഈഡൻ, വഖഫ് ഭേദഗതി നിയമത്തെ പിന്തുണച്ചില്ലെങ്കിൽ, അതായത് മുനമ്പങ്കാരുടെ ജീവിത ദുരിതത്തിൽ നിന്നും അവരെ രക്ഷിക്കാനുള്ള ചരിത്രപരമായ നിയമ ഭേദഗതിയെ പിന്തുണച്ചില്ലെങ്കിൽ അവരെ ബഹിഷ്കരിക്കാനും അവർക്കെതിരെ സമരം പ്രഖ്യാപിക്കാനും തീരുമാനിച്ചു. ആ സമരം കരയിൽ നിന്ന് മാറി കടലിലായിരിക്കും എന്ന പ്രത്യേകത കൂടിയുണ്ട്. വഖഫ് ഭേദഗതി നിയമത്തിന്റെ ഭാവി അനുസരിച്ചാണ് മുനമ്പങ്കാരുടെ നിലനിൽപ്പ്. അതുകൊണ്ട് തന്നെ വഖഫ് ഭേദഗതി നിയമത്തെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഏത് പാർട്ടിക്കാരാണെങ്കിലും അവർക്കെതിരെ കടലിലിറങ്ങി സമരം നടത്തും. അവിടെയായിരിക്കും അവരുടെ നിരാഹാരവും സത്യാഗ്രഹവും ഒക്കെ. അവർ നിലപാട് തിരുത്തി വഖഫ് ഭേദഗതി നിയമം പാസാക്കി മുനമ്പത്തെ ദുരിതത്തിൽ നിന്ന് രക്ഷിക്കുന്നതുവരെ കടലിൽ തന്നെയായിരിക്കും ഇനി അവരുടെ സമരവേലിയേറ്റം എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് മുനമ്പത്തെ ജനങ്ങളുടെ കൂട്ടായ്മ. മുനമ്പങ്കാരുടെ ഇച്ഛാശക്തിക്ക് മുമ്പിൽ ഇവിടുത്തെ ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികൾ തോറ്റം പാതിരിക്കില്ല. അവരെ പിന്തുണയ്ക്കുകയാണ് ബഹുജന സമൂഹം.